കുട്ടികളിൽ പ്രത്യേകിച്ച് 80% വരെ അലർജി നല്ല കൺട്രോളിലിരിക്കുന്ന കുട്ടികൾക്ക് അലർജി കൂടാനുള്ള കാരണം ഇനി വരുന്ന മാസങ്ങളിൽ ഇൻഫ്ലുവൻസ വളരെയധികം കൂടാൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ എന്നോട് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മൾ ഫ്ലൂ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് അലർജി ഉള്ള ആൾക്കാരിൽ അലർജി കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് അലർജി നല്ല കൺട്രോളിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പം വാക്സിൻ എടുത്തുകൊണ്ട് അലർജിയിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടികളിൽ പ്രത്യേകിച്ച് 80% വരെ അലർജി നല്ല കൺട്രോളിലിരിക്കുന്ന കുട്ടികൾക്ക് അലർജി കൂടാനുള്ള കാരണം ഇൻഫെക്ഷനാണ്, പ്രത്യേകിച്ച് വൈറൽ ഇൻഫെക്ഷൻ. മുതിർന്ന ആൾക്കാരിലാണെങ്കിലും 50% ഈ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴാണ് അലർജി കൂടുന്നത്. അപ്പം ഇൻഫെക്ഷൻ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ പോലത്തെ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ശ്വാസനാളത്തിലുള്ള എപ്പിത്തീലിയം എന്ന് പറയും, അതായത് അതിൻ്റെ സർഫസ് ഇച്ചിരൂടെ അലർജി ഉണ്ടാക്കുന്ന സാധനത്തിനോട് പെർമിബിൾ ആവും, അതായത് അകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാക്സിൻ എടുക്കുകയാണെങ്കിൽ അലർജി ട്രിഗർ ചെയ്യുന്നത് കുറയും. ഡെഫിനറ്റ്ലി നമുക്ക് അലർജി കൂടെ ഉണ്ടാകുന്ന ആൾക്കാരിൽ അലർജി കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെയും അത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസ എന്നുള്ള ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ മാത്രമല്ല, അലർജി വരാതിരിക്കാനും വാക്സിൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്.